ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യം ഡിസിപ്ലിൻ ആവണമെങ്കിൽ ആദ്യം മനുഷ്യൻ ഡിസിപ്ലിൻ ആകണം. ഓരോരുത്തരും അവിടെ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ഡിസിപ്ലിൻ കിട്ടിയിട്ടുള്ളത് ഈ മെക്സവൻ യോഗ ക്ലബിൽ നിന്നാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഒരേ പ്രായക്കാരായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം ഒന്നുമില്ലാതെ എല്ലാം കൂടി കടന്നു പോകുന്ന ഒരൊറ്റ പ്രായക്കാരാണ് നമ്മൾ. ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്നത്, ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്നു തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്നു തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും. ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന എനർജി ഞാനിവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മുടെ എന്നെ കൊണ്ടുവന്ന സിദ്ദീഖും യൂനുസും, അതിൽ സിദ്ദീഖ് നല്ലൊരു ട്രെയിനറാണ്. സിദ്ദീഖിന്റെ ചുറ്റയോടുകൂടിയുള്ള ട്രെയിനിങ് നിർദ്ദേശങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർ ഒരു ചെറിയ കുട്ടിയെ പോലെ നല്ല മര്യാദയ്ക്ക് അനുസരണയോടുകൂടി ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഇതിലൊരു ആത്മാർത്ഥതയുണ്ട്. സിദ്ദീഖ് ആത്മാർത്ഥതയോട് ചെയ്യാൻ കാരണം എന്താണ്? സിദ്ദീഖിനാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക എന്നുള്ളൊരു ബോധം മനസ്സിലുള്ളത് കൊണ്ടിട്ടാണ്. ആ ആത്മാർത്ഥതയിൽ നിന്ന് വരുന്ന ട്രെയിനിങ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി, ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ പോലും ഉറച്ച് സംസാരിക്കുവാനോ ഉറക്കെ ചിരിക്കാനോ നമുക്ക് സാധിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഒച്ചത്ത് സംസാരിക്കുമ്പോൾ മക്കള് വാപ്പ എന്താ ഒച്ച ഇടുന്നത്, വാപ്പ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, തടസ്സങ്ങളില്ല, മറയില്ല. നമുക്ക് വാതുറന്ന് ആത്മാർത്ഥമായി ചിരിക്കാം, പുഞ്ചിരിക്കാം, തോളത്ത് കൈയിടാം. ഇവിടെ ആരും നമ്മളെ നിയന്ത്രിക്കാനില്ല. ഇതൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഇനി ഇതിനപ്പുറം വേറെ കിട്ടാനില്ല. ഒരു ദിവസത്തിന്റെ തുടക്കം നമ്മൾ ഈ ഹെൽത്ത് എക്സസൈസിലൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം മൊത്തവും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ പരിശീലനം കൊണ്ടിട്ട് മെക്സവൻ ഹെൽത്ത് ക്ലബിലൂടെ നേടിയെടുക്കുന്ന പരിശീലനം കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മൾ പലരും പറയാറുണ്ട് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് എന്നറിയപ്പെടുന്ന പ്രമേഹം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, യൂറിക് ആസിഡ് തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ. പക്ഷേ ജീവിതശൈലി രോഗങ്ങളല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കണ്ടുപിടിക്കപ്പെടാത്ത പല രോഗങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ദി എയിം ഓഫ് സയൻസ് ഈസ് ടു ഡിസ്കവർ ദി സീക്രട്ട് ഓഫ് നേച്ചർ. പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ ചൂഴ്ന്നെടുക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം 100% ഇത്രയും ഹൈ ടെക്നോളജി വന്നിട്ട് പോലും സാധ്യമാകുന്നില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ രോഗങ്ങളുടെയും കാരണങ്ങൾ വരിവരിയായിട്ട് എഴുതി തിയറി പരീക്ഷയ്ക്ക് നമ്മൾ മാർക്ക് വാങ്ങിക്കും. അതിൽ 1, 2, 3 എന്ന് പല കാരണങ്ങൾ എഴുതിയിട്ട് അവസാനത്തെ ഒരു കാരണമുണ്ട്, ദി റിയൽ കാസ് ഈസ് അൺനോൺ. യഥാർത്ഥ കാരണം ഈ രോഗത്തിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അത് ഒരുപക്ഷെ 1% ആ കാരണം കൂടെ എഴുതിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒളിഞ്ഞു കിടക്കുന്ന 1% നമ്മൾ എങ്ങനെ പുറത്തു കൊണ്ടുവരും? അവിടെയാണ് നമ്മൾ ഈ യോഗയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ, അതായത് ഞാൻ പഠിച്ചിട്ടുള്ള സമയത്ത് ഔട്ട്വേർഡ്ലി റിഫ്ലക്റ്റഡ് പിക്ചർ ഓഫ് ദി ഇന്റേണൽ എസൻസ് ഓഫ് ദി ഡിസീസ് എന്നാണ്. ഇത് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് ഒരു രോഗലക്ഷണമായിട്ട് നമുക്ക് ശരീരത്തിൽ ഉടനീളം നമുക്ക് തോന്നും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മുഖത്താണ് ഫീൽ ചെയ്യുക. മുഖത്തെ പല ഭാവങ്ങൾ നമുക്ക് മാറി മാറി വരും. ഒന്നാമത്തെ, നമുക്ക് അതീവ സന്തോഷമുള്ള സമയം നമ്മളെ മുഖം നോക്കിയാൽ അറിയാം. ഭയങ്കര വേദന ഉള്ള ഒരാളിനെ കണ്ടാൽ മുഖം നോക്കിയാൽ അറിയാം. ഭയങ്കരമായിട്ട് ആകാംക്ഷയുള്ള ഒരാളിനെ കണ്ടാലും മുഖം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ നമുക്ക്
ഈ യോഗയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, ഈ എക്സസൈസിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് ഒരു പ്രത്യേക ഒരു മാനസിക ഉന്മാഷം അല്ലെങ്കിൽ ഉണർവ് നമുക്ക് മുഖത്ത് ഫീൽ ചെയ്യും. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എനർജി. നമുക്ക് എന്തൊക്കെ ചികിത്സ ചെയ്താലും ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി രോഗത്തെ ഭേദമാക്കാൻ കഴിയില്ല. ഒരു നഴ്സിന് പൂർണ്ണമായിട്ടും ഒരു രോഗിയെ സാന്ത്വനപ്പെടുത്താൻ കഴിയില്ല. ഒരു ടെക്നോളജിക്ക്, ഒരു മിഷനറീസിന് പൂർണ്ണമായിട്ടും ഒരു രോഗത്തെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ തുടർച്ചയായിട്ട് 3 മാസം നമ്മൾ ഈ യോഗ പരിശീലനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പല രോഗങ്ങളെയും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾക്ക് പല രീതിയിലുള്ള ശമനങ്ങൾ നമുക്ക് ഇതിൽ കൂടി നേടിയെടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ നമുക്ക് എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷേ മനസമാധാനം എന്ന് പറഞ്ഞ സാധനം അവനവൻ സ്വന്തം നേടിയെടുക്കണം. ഒരു വേദന, നമുക്കൊരാൾക്ക്, ഒരു കുടുംബത്തിലൊരാൾക്ക് ഒരു വേദന ഉണ്ടെങ്കിൽ അവർക്കൊപ്പം നമുക്ക് വിഷമം വരും, നമ്മൾ അവർക്ക് വേണ്ടി പൈസ ചെലവാക്കും. പക്ഷെ അവരുടെ വേദന ഒരിക്കലും നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല, അവരുടെ വേദന ഒരിക്കലും നമുക്ക് എടുക്കാൻ കഴിയില്ല. അവനവന്റെ വേദന അവനവന് സ്വന്തം മാത്രമാണ്. നമ്മൾ തുടർന്നുള്ള ജീവിതത്തിൽ പരാശ്രയം കൂടാതെയുള്ള ജീവിതം, മാരക രോഗങ്ങൾ വരാതെയുള്ള ജീവിതം, നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ, അതിന്റെ ഒരു ദിവസത്തിന്റെ പ്രാഥമികമായിട്ടുള്ള തുടക്കമാണ് നമ്മുടെ ഈ MEG7 ഹെൽത്ത് ക്ലബ്ബ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നിങ്ങൾ 20 മിനിറ്റ് ചെയ്യുന്ന എക്സസൈസിലൂടെ നേടിയെടുക്കുന്ന ആർജവമുണ്ടല്ലോ, അതായത് നമുക്ക് ഇതിലുള്ള ബ്രീത്തിങ് എക്സസൈസ് തന്നെ നിങ്ങൾ നോക്കൂ. നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് യോഗയ്ക്ക് വരുന്നു, പക്ഷെ നമ്മളെ വീട്ടിലുള്ള മക്കൾക്ക് ഇത് പരിപൂർണമായിട്ടുള്ള ശുദ്ധവായു കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാ കിട്ടുന്നത്? ഇവിടെ നിന്ന് നമ്മൾ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നമ്മളെ ഈ സസ്യജാലങ്ങൾ വലിച്ചെടുത്ത് നമുക്ക് ഓക്സിജൻ തരുന്നു. അപ്പോൾ നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ നേടിയെടുക്കുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിന്റെ സമസ്ത മേഖലയോട്ടുമുള്ള കോശങ്ങളെ പരിപോഷിപ്പിക്കുകയും അതിനനുസരിച്ചുള്ള എനർജി ലെവൽ നമുക്ക് കൂട്ടാനും സാധിക്കും. ഏത് രോഗത്തിനും. ഇപ്പൊ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് സിദ്ദീഖ് പറഞ്ഞ ആ നെക്ക് എക്സസൈസ്, ഹെഡ് റൊട്ടേഷൻ, ഇത് വളരെ സാവകാശമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ചെയ്തത്. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ആർജവം എന്ന് പറഞ്ഞാൽ തലച്ചോറിലോട്ട് രക്തം സംക്രമണം ഭയങ്കരമായിട്ട് കൂടും. അതിന്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന വെർട്ടിഗോ എന്നറിയപ്പെടുന്ന തലക്കറക്കം നമുക്ക് മാറ്റപ്പെടും. അതുപോലെ തന്നെ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ ഹെഡേക്ക്, അതുപോലെ തന്നെ മാനസിക ഉല്ലാസം നമുക്ക് കിട്ടും. അതുപോലെ ലാസ്റ്റിൽ ചെയ്യുന്ന നമ്മൾ ഈ മെഡിറ്റേഷൻ ഉണ്ടല്ലോ, മെഡിറ്റേഷൻ സമയത്ത് നിങ്ങൾ എക്സസൈസ് ചെയ്തതിന്റെ പരിണത ഫലമായിട്ട് കിട്ടുന്ന ഹൃദയത്തിന്റെ താളം നമ്മുടെ ചെവികളിൽ മുഴങ്ങും. ആർക്കെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? മെഡിറ്റേഷൻ സമയത്ത് ഹൃദയമെടുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, എല്ലാവർക്കും കിട്ടും. നിങ്ങൾ ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ കറക്റ്റ് ചെയ്തിട്ടില്ല എന്നർത്ഥം. നമ്മൾ ആ മെഡിറ്റേഷൻ 60 മുതൽ 1 വരെ എണ്ണുന്ന ഓരോ ഡിജിറ്റും നമ്മളെ വാ പൂട്ടി നാവ് ചലിപ്പിക്കാതെ മനസ്സിൽ ഓരോ ഡിജിറ്റും വിഷ്വലൈസ് ചെയ്ത് വേണം എണ്ണി തീർക്കാൻ. അല്ല നമ്മൾ ഇങ്ങനെ എണ്ണി ഇങ്ങനെ പോകാനല്ല, ഓരോ ഡിജിറ്റും നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് അത് പൂർണ്ണമായിട്ടും അത് 0-ൽ എത്തിയപ്പോൾ നമ്മളെ ഹൃദയമെടുപ്പും നമുക്ക് എണ്ണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടർക്കോ ഒരു മരുന്നിനോ മാത്രം കുറവാക്കാൻ അല്ലെങ്കിൽ ഭേദമാക്കാൻ പറ്റുന്നതല്ല ജീവിതശൈലി രോഗങ്ങൾ. അത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ എക്സസൈസിലൂടെ തന്നെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ട് അവസാനം ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും വ്യായാമം ചെയ്യുന്നുണ്ടോ? ഓ, വ്യായാമം. അപ്പം ഡോക്ടറെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അവനവന്റെ ശരീരം അവനവൻ പറയുന്നത് പോലെ കേൾക്കണം. ഞാൻ പറയുന്ന പോലെ എന്റെ ശരീരം കേട്ടില്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ ശരീരത്തെ ശിക്ഷിക്കും.